ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓഫ്സെറ്റിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓഫ്സെറ്റിംഗ് ചെയ്യുന്നതെന്ന്, എന്തൊക്കെ ടൈപ്പ് ഓഫ്സെറ്റ്സ്, അതായത് നമുക്ക് ഓഫ്സെറ്റ്സ് എങ്ങനെ ചെയ്യാം, എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ എന്നൊക്കെയുള്ള അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം ഞാൻ ആദ്യം ഒരു പ്ലെയിൻ എടുത്തു, പ്ലെയിൻ ഫിക്സ് ചെയ്തു. അതിനുശേഷം ഞാൻ ഒരു ഫിഗർ വരയ്ക്കണം. തൽക്കാലം ഒരു സർക്കിൾ വരച്ചു. എന്നിട്ട് എനിക്ക് ഈ സർക്കിളിനാണ് എനിക്ക് ഓഫ്സെറ്റ് ചെയ്യണത്. ഞാൻ എന്ത് ചെയ്ത് ഇവിടെ ഓഫ്സെറ്റ് എൻറ്റിറ്റീസ് ഉണ്ടോ, അതാണ് നമ്മൾ എടുക്കുന്ന ടൂൾ. ഞാൻ ഈ ഓഫ്സെറ്റ് എൻറ്റിറ്റീസ് എടുത്തു. അപ്പോൾ ഓൾറെഡി ഞാൻ ഈ സർക്കിൾ സെലക്ട് ചെയ്തുകൊണ്ട് ഓൾറെഡി എന്താ പറയുക, അതിൻ്റെ ഓഫ്സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഡിസ്റ്റൻസ് 10 ആണ്. ഞാൻ ഒരു 20 കൊടുത്തു. കൊടുത്തു. അപ്പോൾ എന്താ ഓഫ്സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ട് 20. അതേപോലെ തന്നെ ഇതാണ് നമ്മൾ വരച്ച സർക്കിൾ ഒരു കൺസ്ട്രക്ഷൻ സർക്കിളായിട്ട് മാറി. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓഫ്സെറ്റ് കൊടുത്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, ഞാനിവിടെ ഈ ജിയോമെട്രി കൺസ്ട്രക്ഷനിൽ ബേസ് ജിയോമെട്രി ടിക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു ഫിഗറിന് ഓഫ്സെറ്റ് ചെയ്യുമ്പം ബേസ് ജിയോമെട്രി ആയിട്ടുള്ളത് കൺസ്ട്രക്ഷനിലോട്ട് മാറണം എന്നുള്ളതാണ് ആ ബോക്സ് ടിക്ക് ചെയ്യുന്നതിലൂടെ വരുന്നത്. പകരം ഞാനിപ്പോൾ ഇവിടെ ഓഫ്സെറ്റ് ജിയോമെട്രി ആണ് ടിക്ക് ചെയ്യുന്നതെങ്കിൽ ഈ നമ്മൾ പുതുതായിട്ട് ഓഫ്സെറ്റ് ചെയ്ത സർക്കിളായിരിക്കും ഇതേപോലെ കൺസ്ട്രക്ഷനിലോട്ട് മാറുന്നത്. ഇനി രണ്ടാമത്തത്, ഇവിടെ ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്ത് വരാനുള്ള കാരണം ഞാനിവിടെ ആഡ് ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഇത് രണ്ടും ഒഴിവാക്കാം. ഒഴിവാക്കിയിട്ട് നമുക്കൊന്നും കൂടി ഓഫ്സെറ്റ് ചെയ്യാം. അതിന് മുമ്പ് ആദ്യം ഒരു സർക്കിൾ വരച്ചു, ഓഫ്സെറ്റ് എടുത്തു. ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ടല്ലോ, എന്താ പറയുക, ഓൾറെഡി ഡിസ്റ്റൻസ് ഒക്കെ കൊടുത്ത് വെച്ചോണ്ട് ഞാൻ ജസ്റ്റ് ഓക്കെ ഇട്ടു. സോറി ഞാനത് ശ്രദ്ധിച്ചില്ല. ആ ഡയമെൻഷൻസ് ടിക്കിലുണ്ടായിരുന്നെ. ആ ഡയമെൻഷൻസ് ഞാൻ ഒഴിവാക്കി ഓക്കെ കൊടുത്തു. ഇപ്പോൾ കണ്ട, ഇപ്പം നമ്മൾ എന്താ പറയുക, കൺസ്ട്രക്ഷൻ ജിയോമെട്രിയിൽ ബേസ് ജിയോമെട്രി ടിക്ക് ചെയ്യാത്തതുകൊണ്ട് അത് നമുക്ക് സാധാരണ ഫിഗർ ആയിട്ട് തന്നെ വന്ന് കൺസ്ട്രക്ഷനിലോട്ട് മാറിയില്ല. അതേപോലെ തന്നെ ആ ഡയമെൻഷൻസ് അൺടിക്ക് ചെയ്തുകൊണ്ട് ഡയമെൻഷനും കാണിക്കുന്നില്ല. ഇതാണ് അത് രണ്ടും വരുന്നത്. ഇനി ഞാൻ ഒരു ലൈൻ വരച്ചു. ഇനി ഇതിനെ ഞാൻ ഓഫ്സെറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്, അപ്പോൾ എന്താ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഓഫ്സെറ്റ് കൊടുക്കുമ്പോൾ നേരെ ഓഫ്സെറ്റ് ചെയ്യുന്നത് ലൈൻ ഇവിടെ കാണിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത് കണ്ട ക്യാപ്പ് എൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ടിക്ക് ചെയ്യുകയാണെങ്കിൽ എന്താ നമ്മളെ ഈ ലൈൻ ഓഫ്സെറ്റ് ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് ഫിഗർ ആയിട്ട് മാറും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ക്യാപ്പ് എൻഡ് കൊടുത്തുകൊണ്ടാണ്. അതായത് ഇത് എൻഡ് നമ്മൾ ക്യാപ്പ് ചെയ്തിരിക്കണം. ക്യാപ്പ് ചെയ്യാന്ന് വെച്ചാൽ ക്ലോസ് ചെയ്യാന്നുള്ള അർത്ഥമാണ്. ഇതിന് 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒന്ന് ആർക്ക്, 2 ലൈൻസ്. ഞാൻ ലൈൻസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ലൈൻസിൽ ക്ലോസ് ആവും. ആർക്കാണ് കൊടുക്കുന്നത് ആർക്കായിട്ട് ക്ലോസ് ആവും. ഇതാണ് ക്യാപ്പ് എൻഡ് കൊടുക്കുന്നതിലുള്ളത്. ഇനി അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഓഫ്സെറ്റ് ചെയ്യുന്നത് റിവേഴ്സിൽ ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ എന്ത് ചെയ്ത് റിവേഴ്സ് എടുത്തോണ്ടാ റിവേഴ്സ് ഡയറക്ഷനിൽ ഓഫ്സെറ്റ് ആയി. ഇനി എനിക്ക് 2 സൈഡിലും ഓഫ്സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. അതായത് 2 സൈഡിൽ ഓഫ്സെറ്റ് വേണം, ഒരു സൈഡിൽ മാത്രമല്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് ബൈ ഡയറക്ഷനിൽ കൊടുത്തോണ്ട 2 സൈഡിലായിട്ട്. അതായത് ഈ ലൈന് ഇവിടെ ഓഫ്സെറ്റ് ആവും, ഈ ലൈന് ഇവിടെ ഓഫ്സെറ്റ് ആവും. നമ്മൾ ക്യാപ്പ് എൻഡ് കൊടുത്തോണ്ട് എന്താ ഒരു ആർക്കായിട്ട് ക്ലോസ് ആവും. ഞാൻ ക്യാപ്പിൻ്റെ ആർക്കിനായിട്ട് ലൈൻ കൊടുത്തു, കണ്ട ക്ലോസ് ആയി. ഇനി എനിക്ക് ഈ സെൻട്രൽ ലൈന് കൺസ്ട്രക്ഷൻ ലൈനായിട്ട് മാറണം. ഞാൻ എന്ത് ചെയ്യും, ബേസ് ജിയോമെട്രി ടിക്ക് കൺസ്ട്രക്ഷൻ ജിയോമെട്രി ഓക്കെ കൊടുത്തു. ഇവ കണ്ട ബേസ് ജിയോമെട്രി കൺസ്ട്രക്ഷൻ ജിയോമെട്രിൻ്റെ അകത്ത് ബേസ് ജിയോമെട്രി ടിക്ക് ചെയ്തുകൊണ്ട് നമ്മളെ ബേസ് ജിയോമെട്രി കൺസ്ട്രക്ഷനിലോട്ട് മാറി. അതേപോലെ തന്നെ ബൈ ഡയറക്ഷനിൽ എടുത്തുകൊണ്ട് ഇവിടെ ഈ ലൈൻ്റെ ഓഫ്സെറ്റ് ഇവിടെയും വന്നു, ഈ ലൈൻ്റെ ഓഫ്സെറ്റ് ഇവിടെയും വന്നു. ഇത് ക്യാപ്പ് കൊടുത്തുകൊണ്ട് നമ്മളെന്താ ഈ 2 എൻഡും ക്ലോസ് ആയിട്ട് കിട്ടി. ഇനിയിപ്പോൾ ക്യാപ്പ് കൊടുക്കാതെ നമുക്ക് നോക്കാം. ഞാൻ ഒരു ലൈൻ വരച്ചു, ഓഫ്സെറ്റ് കൊടുത്തു. ഇത് ക്യാപ്പ് എൻഡ് ഞാൻ ഒഴിവാക്കി. അപ്പോൾ ഇതാ
2 ലൈൻ ഇവിടെ വന്നു, ഇത് ഒഴിവാക്കി. എന്താ പറയുക, കൺസ്ട്രക്ഷനിൽ ഇത് ബേസ് ജിയോമെട്രി ഞാൻ ഒഴിവാക്കി, ഡയമെൻഷൻ കൊടുത്തു. ഇപ്പം കണ്ട രണ്ടും എത്ര ഡിസ്റ്റൻസിലാണ് ഓഫ്സെറ്റ് ചെയ്തത് എന്നും അതേപോലെ തന്നെ ക്യാപ്പ് ഒഴിവാക്കിയുണ്ട്, രണ്ടും ഒഴിവാക്കിയിട്ട്. ഇത്രയേ ഉള്ളൂ ഓഫ്സെറ്റിനെ പറ്റിയിട്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ടൂളിനെ പറ്റി ഞാൻ ടൂളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.